പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കരുത്. പലപ്പോഴും നമ്മുടെ വീടുകളിലെ ഔട്ട്സൈഡിൽ ഇരുന്ന ഫർണിച്ചറുകൾക്ക് എൻക്വയറി വരാറുണ്ട്. അപ്പോൾ ഒരു ഡ്യൂറബിലിറ്റി ഉള്ള ഫർണിച്ചറുകൾ നമുക്ക് പരിചയപ്പെടുത്താൻ സാധിക്കാറില്ല. അത്തരത്തിലുള്ള ഫർണിച്ചറാണ് ഇപ്പോൾ പരിചയപ്പെടുത്തുന്നത്. ഇപ്പോൾ ഇത് സപ്ലൈ ചെയ്യുന്നത് നമ്മുടെ വെല്ല മലേഷ്യനാണ്. വെല്ല മലേഷ്യയുടെ ഏറ്റവും ആധുനികമായ പ്രൊഡക്റ്റുകൾ പലപ്പോഴും നമ്മുടെ വീഡിയോയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് 1-2 മെറ്റലും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ട് ഇത് വളരെ ഫിനിഷിംഗ് ആയിട്ട് അധികം വെയിറ്റ് ഇല്ലാത്ത രീതിയിലാണ് ഇത് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഈ വെയിറ്റ് ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഈ കാസ്റ്റ് അയണിൻ്റെ ഒക്കെ പ്രൊഡക്റ്റ് ടൈലിൻ്റെ മുകളിൽ കഴിഞ്ഞാൽ ടൈല് പൊട്ടാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ ബാൽക്കണിയിൽ ഫ്ലാറ്റിലൊക്കെ ഇടുമ്പോൾ ഇത് കണ്ടില്ലേ, അധികം വെയിറ്റ് ഇല്ലാതെ കാസ്റ്റ് അയണിൻ്റെ പ്രൊഡക്റ്റാണ്. നമുക്ക് മഴയത്തും വെയിലത്തും ഒരുപോലെ ഇടാവുന്ന ഒരു പ്രൊഡക്റ്റാണ്. യാതൊരു കാരണവശാലും തുരുമ്പിക്കുകയില്ല. ഒരു എസ്തെറ്റിക് ഫീൽ ഇതിന് കിട്ടുന്നുണ്ട്. കാസ്റ്റ് അയൺ അല്ല, കാസ്റ്റ് അലുമിനിയം ആണ്. നേരത്തെ തെറ്റി പറഞ്ഞില്ല. കാസ്റ്റ് അലുമിനിയത്തിൻ്റെ ഈ ഒരു ചെയർ നമ്മുടെ വീടിൻ്റെ ഭംഗി കൂട്ടും. ഔട്ട്സൈഡ് ഫർണിച്ചറുകൾ ഇപ്പോൾ വേനൽക്കാലമൊക്കെയാണ് നമ്മുടെ ഫാമിലിയൊക്കെ ആയിട്ട് സുഹൃത്തുക്കളൊക്കെ വന്നു കഴിഞ്ഞാൽ അകത്ത് കയറി ഇരുന്ന് ഉള്ളിൽ സംസാരിക്കേണ്ട, പുറത്തൊക്കെ പോയിരുന്നൊരു കോഫി ടേബിൾ ഇരിക്കുക. നമ്മുടെ ഷോറൂമുകളുടെ ഫ്രണ്ടിലും ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ഷോപ്പിൻ്റെ ഫ്രണ്ടിലും നമുക്ക് ഇതുപോലെ ഇടാൻ കഴിയും. ഫ്ലാറ്റിൻ്റെ ബാൽക്കണിയിൽ ഇടാനുള്ള ചെയറുകൾ പ്ലാസ്റ്റിക് ചെയറാണ് ആളുകൾ സെലക്ട് ചെയ്യാറ്. അതായത് വുഡ് ഇടാൻ പറ്റില്ല. ആ പ്ലാസ്റ്റിക് ചെയറൊക്കെ ഒന്ന് മാറ്റി ഇതൊരു കാസ്റ്റ് അലുമിനിയത്തിൻ്റെ ചെയർ നമുക്ക് ഉപയോഗിക്കാം. അതുകൊണ്ടാണ് ഇതിന് വെയിറ്റ് കുറവ്. കിഡു ചെയറാണ്. ഇനിയിപ്പോൾ ഏത് കാലത്തായാലും നമ്മുടെ ഒരു 10 തലമുറയ്ക്കെങ്കിലും കൈമാറാൻ പറ്റുന്ന ഒരു ചെയറായിട്ട് ഇതിനെ പരിഗണിക്കാം. കാരണം ഒരു കാരണവശാലും കേട് വരികയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ